ഓക്കെ. അപ്പൊ എല്ലാവരുടെയും റിവിഷൻ ഒക്കെ നല്ല രീതിക്ക് പോയോ? ഉം. നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ഒന്നും കൂടെ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് റിസർച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. റിസർച്ചിൽ തന്നെ ഫസ്റ്റ് നമ്മളെ ക്ലാസ് നമ്മൾ എടുത്തത് റിസർച്ച് എന്താണെന്ന്, ടൈപ്സ് ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഒക്കെയാണ്. അപ്പൊ അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആണ്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിന്റെ ഒരു ഓർഡർ ഒക്കെ തെറ്റിച്ചിട്ട് അവർ കറക്റ്റ് ഓർഡർ മാർക്ക് ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ ടൈപ്സ് ഓഫ് റിസർച്ച്, പിന്നെ മറ്റേ തീസിസ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, പിന്നെ റിസർച്ച് മെത്തഡോളജി, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെയാണ് സാധാരണ രീതിയിൽ വന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് നോക്കാം. സ്റ്റെപ്സ് ഓഫ് റിസർച്ചിനകത്ത് ഒരു 10 സ്റ്റെപ്സ് ആണ് നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ കണ്ടെത്തുക, നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആം, നമുക്ക് താല്പര്യമുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആണ് ശരിക്കും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ വായിക്കുന്നത്, അല്ലെ? നമുക്ക് ആ ഒരു ലിറ്ററേച്ചർ ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ വായിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷമാണ് ശരിക്കും നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ സ്റ്റെപ്പ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം വരുന്നു എന്നാൽ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം തന്നെ ആ ഒരു പ്രോബ്ലം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതായതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ആ ഒരു ഉദ്ദേശം ജനിക്കുന്നത് കൊണ്ടാണ് ആ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ പീസസ് എല്ലാം നമ്മൾ വായിക്കുന്നത്. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ജേർണൽസ് വായിക്കുമ്പോൾ ആ ജേർണൽസിൽ നിന്ന് നമുക്ക് ഒരുപാട് റിസർച്ച് ഏരിയാസും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബിബ്ലിയോഗ്രഫീസും റെഫറൻസ് ടെക്സ്റ്റുകളും അപ്പൊ നമുക്ക് കുറെ അധികം മെറ്റീരിയൽസ്, സെക്കൻഡറി ഡേറ്റാസ് നമുക്ക് റിവ്യൂല് കിട്ടുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ചെയ്തു. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വർക്കിംഗ് ഹൈപ്പോത്തസിസ് വേണം. ഹൈപ്പോത്തസിസ് എന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഊഹമാണ്. ഈ ഒരു പ്രോബ്ലത്തിന്റെ കാരണം ഇതായിരിക്കും എന്ന ഊഹത്തിലാണ് നമ്മൾ ഈ എൻറ്റയർ റിസർച്ച് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സോ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കിയിട്ട് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ അനാലിസിസ് വരെ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ശരിയാണ് എന്ന ധാരണയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ലാസ്റ്റ് വരെ നമ്മളെ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഈ പ്ലാൻ ബി പോലെ ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡേറ്റയുടെ ബേസിസിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഹൈപ്പോത്തസിസ് നമ്മൾ ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കും. അല്ല തെറ്റാണ് എങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ എങ്ങനെ ഒരു വർക്കിംഗ് ഹൈപ്പോത്തസിസ് കണ്ടെത്തുന്നത്? നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽസിന്റെ ഡിസ്കഷൻ വഴിയിട്ട്, അതുപോലെ പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ റെക്കോർഡ് എക്സാമിൻ ചെയ്തിട്ട്, സിമിലർ സ്റ്റഡീസ് നോക്കിയിട്ട്, നമ്മുടെ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള ഏരിയാസ് എടുത്തിട്ടുള്ള മറ്റാളുകളുടെ സിമിലർ സ്റ്റഡീസ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരു വർക്കിംഗ് ഹൈപ്പോത്തസിസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ റിസർച്ച് നമുക്കൊന്ന് ലിമിറ്റ് ചെയ്യാനും സാധിക്കും. അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മളെയും കൊണ്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഒരു അറ്റൻഷൻ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും. കാരണം എന്താണ്, നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകാതെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന ആവുമ്പോൾ നമുക്ക് ആ ഒരു കാട് കയറി പോകുന്ന ഒരു രീതി ഉണ്ടാകില്ല. നാലാമത്തേത് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ആണ്. നമുക്ക് എങ്ങനെ ഇൻഫോർമേഷൻസ് കിട്ടും?
നമുക്ക് ആ ഇൻഫോർമേഷൻസ് ഏത് വഴിയെ കണ്ടെത്താൻ പറ്റും, നമ്മൾ ഏത് ട്രാക്കിലൂടെ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, നമ്മുടെ റിസർച്ച് പ്ലാൻ എന്താണ്, നമ്മുടെ റിസർച്ചിന്റെ മെത്തേഡ് എന്താണ്, നമ്മൾ എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് എത്ര സമയം വേണം, എത്ര കോസ്റ്റ് വേണം, എത്ര സ്കിൽഡ് സ്റ്റാഫ് വേണം, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പ്രപ്പോസ്ഡ് പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പ്ലാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അതിനകത്ത് നമ്മുടെ എന്താ പറയുക മെത്തേഡ് എന്തൊക്കെയാണ്, ടൂൾസ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ റിസർച്ച് ഡിസൈനിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫിഫ്ത്ത് ആയിട്ടുള്ള ഡിറ്റർമൈനിങ് സാമ്പിൾ ഡിസൈനിലേക്ക് പോകാൻ പറ്റും. അതായത് നമുക്ക് റിസർച്ച് പ്ലാൻ അനുസരിച്ച് നമ്മൾ ഓൾറെഡി നമുക്ക് ഇത്ര സാമ്പിൾസ് വേണം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഡിറ്റർമൈനിങ് സാമ്പിൾ ഡിസൈനിലേക്ക് നമ്മൾ പോകും. നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാറുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ കാറുകളെ കുറിച്ചും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ പോയാൽ നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് നമ്മളിത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സാമ്പിൾ സൈസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം സെൻസസ് പോലത്തെ ഒരു എൻറ്റയർ പോപ്പുലേഷൻ പഠിക്കുന്ന സ്റ്റഡീസ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്കൊരു പെൺകുട്ടികളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നമ്മൾ ഈ എൻറ്റയർ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാണ്ട് ഈ പോപ്പുലേഷനെ നമ്മൾ ഫിൽട്ടർ എടുക്കും. എങ്ങനെയാണ് ഇത്ര വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾ, ജോലിയുള്ള പെൺകുട്ടികൾ, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മുടെ സാമ്പിൾ നമ്മൾ ഇതാക്കിയെടുക്കും. നമ്മൾ അതിന് മെത്തേഡ്സ് ഓഫ് സെലക്ടിങ് സാമ്പിൾസിനായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ പറയാവേ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാലോ അല്ലെ ഞാൻ പറയുന്നത്? അതില്ല, ഒന്നും കൂടി ജോയിൻ ചെയ്യാമോ? ഇപ്പൊ ജോയിൻ ആയിട്ടുള്ള കുട്ടിയില്ലേ, ഒന്നും കൂടെ ജോയിൻ ചെയ്യാമോ? ഓക്കെ. അടുത്തത് നമ്മുടെ ആറാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കളക്ടിങ് ഡേറ്റയാണ്. നമ്മൾ സാമ്പിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഡേറ്റ കളക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡ് വഴി നമുക്ക് കണ്ടെത്താം, സർവേ മെത്തേഡ് വഴി നമുക്ക് കണ്ടെത്താം. അതുപോലെ നമുക്ക് ഡേറ്റ സോഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഡേറ്റ സോഴ്സും ഉണ്ട്, സെക്കൻഡറി ഡേറ്റ സോഴ്സും ഉണ്ട്. ഒരു റിസർച്ചർ അയാളുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അയാൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ അയാൾ ആദ്യമായി കണ്ടെത്തുന്ന വിവരങ്ങളെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് വിളിക്കുന്നത്. മറ്റ് ന്യൂസ് ആർട്ടിക്കിൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, സിമിലർ ആയിട്ടുള്ള സ്റ്റഡീസ്, പ്രീവിയസ് റിസർച്ചിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്ത ഡേറ്റയാണ് ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡേറ്റ എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കും. ഈ ഒരു തീസിസ് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ചിന് ഏറ്റവും ആവശ്യമായ ഘടകങ്ങളായിരിക്കും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവും കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാരുടെയോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ വിവരങ്ങളായത് കാരണം നമ്മളുടെ പ്രൊജക്റ്റിനും നമ്മളുടെ സ്റ്റഡിക്കും അത്രമേൽ അക്യുറേറ്റ് ആകണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന, ഒരുപാട് സമയം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ കിട്ടുന്ന വിവരങ്ങൾക്കകത്തു നിന്നും നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ആവശ്യമില്ലാത്തതും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ് സെക്കൻഡറി ഡേറ്റനെ വിശ്വസിച്ചുകൊണ്ട് ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് ഡേറ്റ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഡേറ്റനെ വിശകലനം ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു റോ ഡേറ്റയാണ്. അത് നമുക്ക് ടേബിൾസ് ആയിട്ടോ സിമ്പിൾസ് ആയിട്ടോ ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ അനാലിസിസ് ചെയ്യാം. നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. അനോവ, കൈ സ്ക്വയർ ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്.
ദെൻ എട്ടാമത്തേത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഡേറ്റ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ ഡേറ്റയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന നമ്മുടെ വർക്കിംഗ് ഹൈപ്പോത്തസിസ്, നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, നമ്മുടെ തേർഡ് ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്നറിയാനായിട്ട് സാധിക്കും. നൾ ഹൈപ്പോത്തസിസ് ശരിയാണ് എങ്കിൽ നമ്മുടെ വർക്കിംഗ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 9ാമത്തെ പോയിന്റും 10ാമത്തെ പോയിന്റും സിമ്പിൾ ആണ്. ജനറലൈസേഷൻ, കുറച്ച് തിയറീസും ഇതുമായി ബന്ധപ്പെട്ട് നൾ ഹൈപ്പോത്തസിസ് എന്തുകൊണ്ട് ശരിയായി, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്ട് ചെയ്യുവാണെങ്കിൽ വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്നൊക്കെയുള്ള ജനറലൈസേഷൻ ആണ് 9th പോയിന്റ് ആയിട്ട് വരിക. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുക്കി കൂട്ടി പ്രിപ്പയർ ചെയ്ത് എന്താ പറയുക സീൽ ചെയ്ത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ട്, നമ്മുടെ ഒരു റിസർച്ച് പേപ്പർ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. ഇനി അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ചിൽ ദ വെരി ഫസ്റ്റ് ആൻഡ് വെരി ബേസിക് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. ഫണ്ടമെന്റൽ റിസർച്ച് എന്നാൽ ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ചിനാണ് നമ്മൾ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ള അറിവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ കാര്യം. അവിടെ നമുക്ക് പുതിയ തിയറീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പുതിയ തിയറീസും ഡെവലപ്മെന്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് തിയറീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ഉള്ള അറിവിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. അറിവുണ്ടാകാൻ വേണ്ടി നമ്മൾ അറിവ് ഗ്യാദർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ പ്രാക്ടിക്കൽ ലെവൽ ഓഫ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു ഫൗണ്ടേഷനോ ആണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട നമ്മളൊരു തിയറി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു വെറുതെ ഒരു സിമ്പിൾ ആൻഡ് വെരി ബേസിക് റിസർച്ച് ആണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്ലൈഡ് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു കൺട്രോൾഡ് സെറ്റിംഗിൽ നടത്തുന്ന കാര്യമാണ് അപ്ലൈഡ് റിസർച്ച്. എന്താണോ ഫണ്ടമെന്റൽ റിസർച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ ആപ്ലിക്കേഷൻ ലെവലാണ്. മറ്റത് വെറുതെ നമ്മൾ ഗ്യാദർ ചെയ്യുന്നതേ ഉള്ളൂ, അറിവ് ഗ്യാദർ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തത് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച്. നമുക്കറിയില്ലാത്ത, നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലത്തിന്റെ പ്രിലിമിനറി സ്റ്റഡിയാണ് ഫോർമുലേറ്റീവ് റിസർച്ച് നടക്കുന്നത്. നമുക്ക് ഒരു കൺക്ലൂസീവ് റിസൾട്ട് അവിടെ കിട്ടാൻ കഴിയത്തില്ല. സാമ്പിൾ എടുത്ത് ആണ് നമ്മൾ പരിഹരിക്കുന്നതെങ്കിൽ റിസൾട്ട് ഫുൾ പോപ്പുലേഷന് വാലിഡ് ആകണം എന്ന് പറയാനും നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് നടക്കുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഫീൽഡ് സ്റ്റഡി ഒക്കെ നടത്തി, ഫാക്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ സിമ്പിൾ ടൈപ്പ് ആണെന്ന് വെച്ചാൽ സിമ്പിളുമാണ്. ദെൻ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി. ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ പരിശോധനയാണ്. നമ്മൾ ഒരു കാരണത്തിന്റെ റൂട്ട് കോസ്, അതിന്റെ കേന്ദ്രമായിട്ടുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ റിസർച്ചിന് മുമ്പ് നടക്കുന്ന റിസർച്ച് ആണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്ക് ആക്ഷൻ റിസർച്ചിൽ ആ ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കാരണം നമുക്ക് അറിഞ്ഞേ പറ്റും. പിന്നീടുള്ളത് ഇവാലുവേഷൻ സ്റ്റഡിയാണ്. ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ആക്ഷൻ റിസർച്ച് ഉണ്ട്. സമൂഹത്തിലെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. പിന്നെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്. കൂടുതലുമായിട്ട് സയൻസ് വിഷയങ്ങളിലാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കണ്ണാലെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ച്, കഴിഞ്ഞ കാലത്തെ വിവരങ്ങൾ ഉപയോഗിച്ച് ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കും ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്ക് വിവരങ്ങൾ തരുന്നത്.
പിന്നെ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഉണ്ട്. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു, അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റിസർച്ച് ആണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. ഇതല്ലാതെ ഒരുപാടുണ്ട്, എന്നാലും തൽക്കാലം നമുക്ക് ഇത്രയൊക്കെ മതിയാകും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സബ്ജക്റ്റിന്റെ തന്നെ ഒരു മൊഡ്യൂള് ഈ റിസർച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടാവും, ഇല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ക്ലാസ് എടുത്തത് റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ടാണ്. റിസർച്ച് ഡിസൈൻ എന്നാൽ നമ്മൾ പറഞ്ഞു റിസർച്ച് ഡിസൈൻ എന്താണ് എന്ന്. നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് ആണ്. നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി റിസർച്ചർ നടത്താൻ പോകുന്ന ഈ ഒരു എൻറ്റയർ യാത്ര എങ്ങനെയായിരിക്കണം, ഈ യാത്ര ഏത് ട്രാക്കിലൂടെ, എങ്ങനെ, എത്ര പേരെ വെച്ച്, എത്ര സമയമെടുത്ത് വേണം ഈ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു ഫുൾ ആക്ടിവിറ്റിയുടെ ഒരു ഇൻക്ലൂഡഡ് ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കിത് മുൻകൂട്ടി തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ റിസർച്ച് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പ്ലാൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായേ സാധിക്കത്തുള്ളൂ. പിന്നെ ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ കളക്ഷൻ എന്നാൽ നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് സോഴ്സിൽ നിന്നും അതിന് റിലേറ്റ് ചെയ്ത് അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിവര ശേഖരണമാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ, നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഔട്ട്കംസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഡേറ്റയാണ്. പ്രൈമറി ഡേറ്റയും ഉണ്ട്, സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. പ്രൈമറി ഡേറ്റയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈമറി ഡേറ്റ എന്താണ് എന്ന് പറഞ്ഞു. പ്രൈമറി ഡേറ്റ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് സർവേ, എക്സ്പെരിമെന്റുകൾ, ഒബ്സർവേഷൻ, ക്വസ്റ്റനെയർ, ഇന്റർവ്യൂ വഴിയാണ് നമുക്ക് പ്രൈമറി ഡേറ്റ കണ്ടെത്താനായിട്ട് സാധിക്കുക. സെക്കൻഡറി ഡേറ്റ എന്നാൽ ഓൾറെഡി കണ്ടെത്തിയ ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. സോ നമുക്കത് കൂടുതലായി കിട്ടുന്നത് നെറ്റിൽ നിന്നും, ഗൂഗിൾ സ്കോളറിൽ നിന്നും, ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, ബ്ലോഗ്, ഗവൺമെന്റ് റെക്കോർഡുകൾ, ഡയറികളിൽ നിന്നൊക്കെയാണ് നമുക്ക് സെക്കൻഡറി ഡേറ്റകൾ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് ഹൈപ്പോത്തസിസിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഹൈപ്പോത്തസിസ് എന്നാൽ ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രഡിക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ സ്റ്റഡി, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്, മുൻകൂട്ടി നമ്മൾ ഗസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് എന്നാൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. റിലേഷണൽ ഹൈപ്പോത്തസിസ് ആണെങ്കിലോ പരസ്പരം റിലേഷൻഷിപ്പ് ആണ് പഠിക്കുന്നത്. വർക്കിംഗ് ഹൈപ്പോത്തസിസ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ഈ ഒരു റിസർച്ചിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണം. പിന്നെ നൾ ഹൈപ്പോത്തസിസ്, വേരിയബിൾസ് നമ്മൾ യാതൊരു ഡിഫറൻസും ഇല്ല, നമ്മൾ കണ്ടെത്തിയ വേരിയബിളും നമ്മൾ കണ്ടെത്തിയ ഹൈപ്പോത്തസിസ് തമ്മിൽ യാതൊരു ഡിഫറൻസും ഉണ്ടാകില്ല. അതാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയൊക്കെ അല്ലേ റിസർച്ചിന്റെ ഭാഗത്ത് നമ്മൾ നോക്കിയത്? ആണോ? പിന്നെ നമ്മൾ ഒരു ടോപ്പിക്കും കൂടെ നോക്കിയിരുന്നു, ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. അതായത് നമ്മുടെ ഈ ഒരു നമുക്കൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ ICTയുടെ ഉപയോഗം വരുമെന്ന്. നമുക്ക് പ്രീ ഡേറ്റ അനാലിസിസിലും അതുപോലെ ഡേറ്റ അനാലിസിസിലും പോസ്റ്റ് ഡേറ്റ അനാലിസിസിലും നമുക്ക് ICTയുടെ ഉപയോഗം വരാറുണ്ട്. ഡേറ്റ കളക്ഷന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ, ജേർണൽസ്, ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടാനായിട്ടും കണ്ടന്റ് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ICT നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഡേറ്റ അനാലിസിസ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഡേറ്റ, എക്സൽ ആയിക്കോട്ടെ, അങ്ങനെ എന്തും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ പോസ്റ്റ് ഡേറ്റ ആണെങ്കിൽ നമ്മുടെ റെഫറൻസ്, ബിബ്ലിയോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, തീസിസിനെ കുറിച്ച് ഫൈനൽ ഡിസ്കഷന് വേണ്ടിയിട്ട്, തീസിസിന്റെ എഡിക്ഷൻ, കറക്ഷൻ, ഇതിനെല്ലാം നമുക്ക് ICT റിസർച്ചിൽ വളരെ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നോക്കിയിട്ടുള്ളൂ.
അതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലായിരിക്കും ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, കാരണം ഒരു ടീച്ചേഴ്സ് ആവാൻ പോകുന്ന നമുക്ക് പ്രാക്ടിക്കൽ ചില സിറ്റുവേഷൻസ് തന്നിട്ട് അത് എങ്ങനെയായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുക എന്ന രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പക്ഷെ എന്നാലും ഈ ലെവലുള്ള ആപ്റ്റിറ്റ്യൂഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ളത്. നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ലേണറിന്റെ എന്താ പറയുക ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ലേണിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചും ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മൾ അതിന്റെ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കറിയാം അതിന്റെ ഒരു വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ തരാത്തത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേണിംഗ് ഫെസിലിറ്റീസ് ഇല്ലേ, നമ്മുടെ സ്വയം അതേപോലെ അങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം. അപ്പൊ സ്വയത്തിന്റെ ഒക്കെ ഫുൾ ഫോം നമ്മൾ ഈ ഫെസിലിറ്റീസിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്വയം 4 ക്വാർട്ടറിലായിട്ടാണ് സ്വയത്തിന്റെ ക്ലാസ്സസ് വരുന്നത്. അതായത് ഈ ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഈ കണ്ടന്റുകൾ ഉണ്ട്, ഈ റിസോഴ്സസ് ഉണ്ട്, അതേപോലെ സെൽഫ് അസസ്മെന്റിനുള്ളതുണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാറുണ്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് സ്വയത്തിന്റെ ക്വാർട്ടറിനിൽ പെടാത്തത് എന്ന ചോദ്യം വരാറുണ്ട്. പിന്നെ മൂക്കിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് മൂക്കിന് പറയുന്നത്. പിന്നെ സ്വയം പ്രഭ നമ്മുടെ ഒരു 34 DTH ചാനലിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ചാനൽസ് ആണ് സ്വയം പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലേണിംഗ് ഫെസിലിറ്റീസിന്റെ കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ വളരെ ബേസിക് ടീച്ചിങ് എന്നാൽ നമ്മുടെ കുട്ടികളെ അവർക്ക് ഏറ്റവും ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് സെറ്റിംഗിൽ നമ്മൾ കാര്യങ്ങൾ എത്തിക്കുന്ന അവരുടെ ഫൈനൽ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടീച്ചിങ് എന്നാൽ ഭയങ്കര ഡൈനാമിക് ആയിരിക്കും. എപ്പോഴും റാൻഡംലി ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സോഷ്യൽ പ്രോസസ് ആണ് അതിന് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹ്യൂമൻ ബീങ്സിനെയും അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടീച്ചിങ് എന്ന്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ് ടീച്ചിങ് എന്നാൽ. നമുക്ക് നമ്മൾ എടുക്കുന്ന ഓരോ മെത്തേഡിനും ഓരോ സ്പെസിഫൈഡ് ഔട്ട്കം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് കൊടുക്കുവാണെങ്കിൽ അതിൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ നറേറ്റീവ് മെത്തേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ കുട്ടി അവൻ നടന്നു പോകുന്ന ഒരു പ്രീവിയസ് ഇവന്റ് കാര്യങ്ങൾ എല്ലാം അവന്റെ ഓർമ്മയിൽ നിന്നും അവൻ എടുത്ത് സംസാരിക്കാൻ സാധിക്കണം എന്ന ഉദ്ദേശമാണ് നമ്മൾക്ക് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ ആക്ടിവിറ്റിക്കും കൃത്യമായ ഒരു ഔട്ട്കം നമ്മൾ ലക്ഷ്യം ഇടുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ മിസ്.